ഇന്ന് ഒരു പുതിയ സീരീസ് തുടങ്ങാൻ പോവാണ്, വേൾഡ് സോക്കർ ചാമ്പ്സ്. എല്ലാ പ്രാവശ്യം പറയുന്ന പോലെ ഞാൻ ഒരു എപ്പിസോഡ് എടുത്ത് ബാക്കി കളയുന്ന പോലെയല്ല. ഈ പ്രാവശ്യം ഞാൻ ഈ സീരീസിൽ നിന്ന് 5 വീഡിയോസ് ഇടും. 5 ഇടും. നമ്മൾ ഇന്ന് നമ്മളൊരു മാനേജറായിട്ടാണ് ഈ ഗെയിമിനകത്ത് കളിക്കുന്നത്. ഞാൻ ഓൾറെഡി റയൽ മാഡ്രിഡിൻ്റെ അല്ലെങ്കിൽ എപ്പോഴും റയൽ മാഡ്രിഡെ പിക്ക് ചെയ്യത്തുള്ളൂ. അപ്പം നമ്മൾ ഈ ടീമിൽ നമ്മളൊരു ഗോൾ വെച്ചിട്ടുണ്ട്. ഇത്ര പ്ലേയേഴ്സിനെ ഓരോ സീസണിൽ എടുക്കാവുന്നത്. കുറേ ട്രാൻസ്ഫർ വന്നതാണ്. ഇപ്പം എനിക്ക് റൊണാൾഡോ ആയിരിക്കും. റൊണാൾഡോ ആയി ട്രാൻസ്ഫർ ഇപ്പം എടുക്കാം. അത്രേ ഉള്ളൂ. എടുക്കുകയൊക്കെ ചെയ്യാം. ഓരോ സ്റ്റാറ്റ്സും ഡിഫറെൻറ്റ് ലീഗിലത്തെ കാര്യവും എല്ലാം കാണാം. പക്ഷേ ഒരു കാര്യമുണ്ട്, റിയൽ ടീംസ് എല്ലാം ഉണ്ട്. പക്ഷേ ഇതിനകത്ത് നമുക്ക് സിമുലേഷൻ കളിക്കാം, പിന്നെ അത് കളിക്കാം. പക്ഷെ അത് കളിക്കണമെങ്കിൽ നമ്മൾ കുറേ നേരം ഈ സിമുലേഷൻ ചെയ്യാൻ ഞാൻ ഏറ്റവും യൂസ്ലെസ്. ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യാൻ പോകുന്ന സിമുലേഷൻ ഇതിൽ ഫൈനലൊക്കെ എത്തുമ്പോഴേ സാധാരണ ഇങ്ങനെ ചെയ്യത്തുള്ളൂ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ചുമ്മാ ലക്കിന് വേണ്ടി ഇങ്ങനെ ടാപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ടാപ്പ് ചെയ്തൊന്നും കാര്യമില്ല. നമ്മൾ ടീബോ കൊടുത്ത വാവ് ബാർസലോണ സമ്മതിക്കരുത്. ഓരോ സീസണിലും നമുക്ക് ഈ സീസൺ എൻജോയ് ചെയ്യുമ്പോൾ ഈ വീഡിയോ കഴിയും. അടുത്ത സീസൺ അതുപോലെ 5 സീസൺ നമ്മളിത് കളിക്കും. 5 സീസൺ കളിക്കും, 5ഉം കളിക്കണം. ഇപ്പോൾ ഓരോ ടൂർണമെൻറ്റിൻ്റെ കാര്യവും എല്ലാം ഇതിനകത്തുണ്ട്. നമ്മുടെ ഹിസ്റ്ററി വരെ ആ ഒരു കളി കളിച്ചത്, അതിൻ്റെ ഒരു ഹിസ്റ്ററി. ഇനി നമുക്ക് 3 ട്രാൻസ്ഫറേ ഒരു സീസണിൽ എടുക്കാൻ പറ്റത്തുള്ളൂ. അത് ഞാൻ തന്നെ വെച്ച ഒരു നിയമമാണ്. ഈ ടീമിനകത്ത് ഇങ്ങനെ നിയമമില്ല. ഞാൻ എൻ്റെ ടീം നോക്കിയിട്ട് അതിനകത്ത് ഏറ്റവും ലാക്കിയാണ് എന്തുവാന്ന് നോക്കിയിട്ട് ഫോർമേഷൻ മാറ്റുമ്പം ടീം ഇച്ചിരി കൂടി പക്ഷേ ആ ഡിഫൻസിലാണ് ഏറ്റവും കൂടുതൽ. അപ്പം നമുക്ക് ഡിഫൻസിൽ ഇച്ചിരി മണി എടുക്കണം. നമുക്ക് ഈ കോയിൻ കൊടുത്തും മണിയും എടുക്കാം. ഡിഫൻസ് എടുക്കണമെങ്കിൽ വെർജിൽ വാൻ ഡൈക്ക് ഉണ്ട്. ഇപ്പോൾ വാൻ ഡൈക്കിന് എടുക്കുകയാണെങ്കിൽ 36,900 മില്യനാണ് വെർജിൽ വാൻ ഡൈക്കിന് തന്നെ എടുക്കാം. ഏറ്റവും ഹൈയസ്റ്റ് റേറ്റഡ് പോയി ടീമിനകത്ത് ഇപ്പോൾ ഇവനെ എടുക്കുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലത്. ഇപ്പോൾ കണ്ടോ, ചെറിയ ഷോർട്ട് സ്ക്രീനും കാണിക്കുന്നുണ്ട്. ഇങ്ങനെ ഞെക്കുകയാണെങ്കിൽ ട്രാൻസ്ഫറായി വരും. പിന്നെ നമുക്കെന്താ ഏറ്റവും കൂടുതൽ ചെയ്യാം, ഒരു സ്ട്രൈക്കറിനും കൂടെ വേണം. എർലിംഗ് ഹാലൻഡിൻ്റെ എടുക്കുന്നതാണ് നല്ലത്. പക്ഷേ ഞാൻ നേരത്തെ ഈ റയൽ മാഡ്രിഡ് കളിച്ചിട്ട് വേറെ കുറേ സിമുലേഷനായിട്ട് കളിച്ചിട്ട് ഇതുപോലെ ഉണ്ടായിരുന്നു. എർലിംഗ് ഹാലൻഡിനെ അതുപോലെ എർലിംഗ് ഹാലൻഡാണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ ബ്രില്ലിയൻറ്റ് പ്ലെയറായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്, ഏറ്റവും ഗോൾ സ്കോറർ. പക്ഷേ നമുക്ക് കിലിയൻ എംബാപ്പേൻ്റെ ഗോൾ സ്കോറിങ് എല്ലാം കുറയും. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, എർലിംഗ് ഹാലൻഡിനെ എടുക്കാനുള്ള കാര്യം. നമുക്ക് ഇനിയും നമ്മുടെ സിമുലേഷൻ തുടങ്ങാം. വൽവേർഡെ നല്ല ഫോർമിലായി ഇപ്പോൾ അല്ലേ. വൽവേർഡെ ഈ കഴിഞ്ഞ ഇടയ്ക്ക് മാഞ്ചസ്റ്റർ സിറ്റിക്കായിട്ട് ഒരു ഹാട്രിക് അടിച്ച സൂപ്പർ കപ്പൊക്കെ എല്ലാം തുടക്കത്തിലേ വെച്ചേക്കുക. ഇപ്പോൾ ഫൈനലിലെത്തും. ബാർസലോണയായിട്ടാണ് കളി. ഞാൻ ചിലപ്പം ബാർസലോണയായിട്ട് കളിക്കും. സിമുലേറ്റ് ചെയ്തു പെനാൽറ്റി തോറ്റു. അതെന്ത് കഷ്ടമല്ലേ. നമുക്ക് അടുത്ത പ്രാവശ്യം പിടിക്കാം ബാർസലോണയായിട്ട്. നമുക്ക് ഇനിയിപ്പം കളിക്കാം. എനിക്കൊരു നിയമമുണ്ട്, അത്ലാറ്റിക്കോ നമ്മളെ ബീറ്റ് ചെയ്യുമ്പം അത്ലാറ്റിക്കോ ഞാൻ അങ്ങോട്ട് ബീറ്റ് ചെയ്യുമ്പോൾ അത്ലാറ്റിക്കോയിന്ന് ടീമിനെ എടുക്കുകയല്ല, പ്ലെയേഴ്സിനെ എടുക്കുകയല്ല, അത്ലാറ്റിക്കോയ്ക്ക് ഞാൻ ഒരു പ്ലെയറിനെ കൊടുക്കാം. അത്രേ ഉള്ളൂ. ഇപ്പം എൻ്റെ ഈ സിമുലേഷൻ ഈ സീസണിൻ്റെ ഗോളെന്ന് വെച്ചാൽ യുവേഫ ചാമ്പ്യൻസ് ലീഗ് ജയിക്കാന്നേ ഉള്ളൂ. നമുക്ക് നോക്കാം ജയിക്കാൻ പറ്റിയ വീഡിയോ. നമ്മൾ 2-3 മാച്ചസ് ഇങ്ങനെ സിമുലേറ്റ് ചെയ്ത് വിടുകയാണ്. ഇതിനകത്ത് നല്ല അത്യാവശ്യമുള്ള ഗ്രാഫിക്സും ലോഗോസും കറക്റ്റാണ്. പക്ഷെ എന്താ കുഴപ്പമെന്നറിയാമോ,
ഇതിനാകെ ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ, ഫോണിൻ്റെ ചാർജും തീർന്നു, ഉടനെ നിർത്തണമെന്ന് തോന്നുന്നു. കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഇങ്ങനെ FC മൊബൈൽ പോലെ ഇങ്ങനെ അതൊന്നും കളിക്കാൻ പറ്റില്ല, അതുകൊണ്ട് പ്രശ്നം. FC മൊബൈൽ പോലെ ഇങ്ങനെ നല്ല ഗ്രാഫിക്സ്, ഇത് മാത്രം നമ്മൾ സിമുലേഷൻ ഗെയിം പോലെയാണ്. നമ്മൾ 4 വിജയമായി നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ. അതിന് ഞാനിത് കുറച്ച് പ്രോഗ്രസീവ് ആയതുകൊണ്ടാണ് 50ഉം 63. നിങ്ങൾ ആദ്യം കളിക്കാൻ തുടങ്ങുമ്പോൾ രണ്ട് ബൂസ്റ്ററും 2 ഹെൽത്ത് പാക്കും കാണത്തുള്ളൂ. എന്നാൽ നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് അതിനകത്ത് കോയിൻസ് കിട്ടണമെങ്കിൽ നമ്മൾ കുറേ ഗ്രൈൻഡ് ചെയ്യണം, കുറേ ട്രോഫീസ് കിട്ടണം. എൻ്റെ മ്യൂസിയം ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഈ ഗ്ലോ അപ്പ് ആയിരിക്കുന്ന ട്രോഫികളെല്ലാം ഞാൻ ജയിച്ചത്. അതുകൊണ്ടോ UEFA ചാമ്പ്യൻസ് ലീഗ്, ഏഷ്യൻ ചാമ്പ്യൻസ് ലീഗ്, യൂറോപ്പ, ഇന്റർകോണ്ടിനെന്റൽ കപ്പ്, സൂപ്പർ കപ്പ്. എനിക്ക് ഇപ്പോഴും മനസ്സിലാക്കി ഇത് ഏത് കപ്പാണ്. ഞാൻ ഗൂഗിളെല്ലാം സെർച്ച് ചെയ്ത് നോക്കി, ഇത് കിട്ടുന്നില്ല. പ്രീമിയർ ലീഗ്, സെരിയ, സ്പാനിഷ് ഡിവിഷൻ 1, ബ്രസീലിയൻ ഡിവിഷൻ 1, ഇന്ത്യൻ ഡിവിഷൻ 1, അങ്ങനെ കുറേ കളിച്ചു. നമുക്കിനി നമ്മുടെ സിമുലേഷനോട് ബാക്കിലോട്ട് ചെയ്യാം. ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ ചെറിയ മിസ്റ്റേക്കൊക്കെ വരും. ഒരു ട്രാൻസ്ഫറും കൂടി ചെയ്യാനുള്ളൂ. ഞാൻ ഇനി ക്രിസ്ത്യാനോ റൊണാൾഡോയെ തന്നെ പിങ് ചെയ്യും. ഇഷ്ടം എല്ലാ സിമുലേഷനും റൊണാൾഡോ എടുക്കും. They retire ആകുമ്പോൾ cannot buy this player. Cristiano Ronaldo has amount his retirement, so he cannot eligible for transfer. റൊണാൾഡോ ടവർ ഇവൻ നല്ല ഗോൾഡാ. ഇവനെ നമുക്ക് ഒരു ട്രാൻസ്ഫർ നടത്താൻ പൊട്ട സ്പാനിഷ് പേരൊക്കെ. റൊണാൾഡോ എന്ന് പറഞ്ഞൊരു വേറൊരു പ്രശ്നമുണ്ട്, അവൻ നല്ലതാ. ഗോൾഡ് എന്ന് പറഞ്ഞാൽ ഗോൾഡ് ഇടയ്ക്കിടയ്ക്ക് ഗോൾസ് ഒക്കെ അടിക്കും, പക്ഷെ അത്രയും OVR ചെറിയ കുറവാണ്. എന്തിനു വളമായ പ്ലെയറോട് ഒരു മില്യൺ കൂടെ തല ചെറിയ പ്ലെയേഴ്സ് എടുത്തോളൂ. കണ്ടു, നമ്മൾ മില്യൺസിൻ്റെ ഇടപാടുള്ള ആൾക്കാരാണ്. അങ്ങനെ ജസ്റ്റ് ബാക്കപ്പ് ആയിട്ട് വെക്കാം. കുറച്ച് ആൾക്കാർ എർലിംഗ് ഹോളൻഡിൽ നമ്മൾ കയറ്റി വെക്കുന്നു. എർലിംഗ് ഹോളൻഡ് നല്ല പ്ലെയറാണ്. റോഡ്രിഗോ ഉണ്ട്. റിയൽ ലൈഫിൽ റോഡ്രിഗോയ്ക്ക് ഒരു രക്ഷയില്ല, പക്ഷെ ഇതിനകത്ത് അങ്ങനെയല്ല. ഇതിനകത്ത് വേറെ കുറേ ടെക്സ്ചർ പാക്കുകളുണ്ട്. എന്ന് വെച്ചാൽ 2008 പോകാനുള്ള ടെക്സ്ചർ പാക്കുകളുണ്ട്. അതൊക്കെ ഞാൻ വേറൊരു സീരീസ് ഇറക്കുമ്പോൾ കാണിക്കാം. എർലിംഗ് ഹോളൻഡ് ഒരു ഗോൾ അടിച്ചു. തന്നെ 25 പോയില്ല. നമ്മൾ 2-3 കളികളും 2-3 കളികൾ ഡ്രോ ആയിട്ടുള്ളൂ. ഒരു കളിയെ ഡ്രോ ആയിട്ടുള്ളൂ. 9 വിജയം. ചാമ്പ്യൻസ് ലീഗ് ഡ്രോ ആയി. അയാക്സ് എന്തോ സ്പോർട്ടിങ് ആൻസ്ന്നല്ല, ന്യൂ കാസിൽ, അറ്റ്ലാന്റ, ബയൺ മ്യൂണിക്ക്, മാഞ്ചസ്റ്റർ സിറ്റി. റിയൽ ലൈഫിൽ ഇത് തന്നെ. എല്ലാ പ്രാവശ്യവും റയൽ മാഡ്രിഡ് എപ്പോഴെങ്കിലും മാഞ്ചസ്റ്റർ സിറ്റിയെ. ഇത് UEFA ചാമ്പ്യൻസ് ലീഗ് അങ്ങനെയാണ്. നമ്മുടെ ഈ വീഡിയോ ഒരേ സ്റ്റോപ്പ് ചെയ്യാനാണെന്ന് തോന്നുന്നു. 4% നോക്കടേ പുൾ ഔട്ട് ചെയ്യാൻ പറ്റുമോ. ഓഫ് ദ ബാറ്റ് 2 ഗോൾസ് അടിച്ചു. അപ്പോൾ കിലിയൻ എംബാപ്പയും 6-6 സമയത്ത്. റോഡ്രിഗോ നല്ല ഫോമിലാണ്. ആര് ടോപ്പ് സ്കോർ? റോഡ്രിഗോ 6 ഗോള്, വിനീഷ്യസ് 9 ഗോള്. ഇപ്പം ഗായ്സ് ഇന്നും കൂടി നമ്മൾ നിർത്തുവാണെങ്കിൽ 4 ഗോൾസ് 4%. അപ്പം അടുത്ത സെക്കൻഡ് പാർട്ടി കാണാം.